ഹലോ, വെൽക്കം ടു ആർ ടോക്ക്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. കേക്ക് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും. അപ്പോൾ കേക്കിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിക്കകത്തുനിന്ന് ഒരു 45 പേരടങ്ങുന്ന ഒരു ടീം നമ്മൾ പോകുന്നത് മദീനയിലേക്കാണ്. അപ്പോൾ മദീനയിലേക്കുള്ള സ്പീഡ് ട്രെയിനാണ് പോകുന്നത്. അതിന് ട്രെയിന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണിപ്പോൾ. അങ്ങനെ ട്രെയിൻ വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ട്രെയിനിൽ കയറി അവരവരുടെ സീറ്റ് നമ്പറൊക്കെ നോക്കി സീറ്റിലൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ എക്സ്പ്ലോർ സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ മാസവും ഓരോരോ സ്ഥലത്തായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇപ്രാവശ്യം പോകുന്നതാണ് മദീനയിലേക്കാണ്. പിന്നെ അതുപോലെ ഇതിന് പൈസ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഹെഡിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു പൈസ പറയും. അപ്പോൾ ഒരു ഫാമിലി പോവുകയാണെങ്കിൽ ഫാമിലിയിൽ എത്ര ആൾക്കാരാണ് ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, ഇത് സ്പീഡ് ട്രെയിൻ ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 300 കിലോമീറ്ററാണ് ഒരു മണിക്കൂറിൽ. പിന്നെ അത്രയും സ്പീഡിലാണ് പോകുന്നത്. പിന്നെ നമ്മുടെ റോഡ് വഴി പോവുകയാണെങ്കിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കയറി എടുക്കുന്ന കേക്കിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 3.25 മണിക്കൂറോളം വേണം മദീനയിലേക്ക് എത്താൻ. അപ്പോൾ ട്രെയിനിന് പോകുമ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തും. പിന്നെ പോകുന്ന വഴിയാണെങ്കിൽ അങ്ങനെ മരുഭൂമിൻ്റെ നടുക്കേ കൂടി പോകുന്നതേ ഉള്ളൂ. കുറേ അങ്ങനെ വേറെ കാണാൻ കാര്യമായിട്ടൊന്നുമില്ല. കുറേ കുന്നും മലകളും അങ്ങനെയല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ മദീന റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഈ പോകുന്ന ട്രെയിന് മക്കയിലേക്ക് പോകുന്നതാണ്. നമ്മൾ വന്ന വഴിയിൽ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ പോകുന്നത് ഈ കാണുന്ന ബസ്സിലാണ്. ഈ ഡബിൾ ഡെക്കർ ബസ്സിലാണ് നമ്മൾ പിന്നെ എല്ലാ പള്ളികളിലോട്ടും പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ബസ്സിൻ്റെ മേൽഭാഗത്ത് ഓപ്പണായിട്ട് കിടക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് പോകുമ്പം തന്നെ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് പോകാം. നമ്മളെപ്പോലെ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെ ഈ സ്ഥലം കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ബസ്സുകളാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നത് ഞങ്ങൾ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ പുറത്തോട്ട് വന്നിട്ടാണ് ഈ ബസ് കയറിയിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ പിന്നെ കമേഴ്ഷ്യൽ ഹോട്ടലുകളാണ്. ഇവിടെ മദീന പള്ളിയിലേക്ക് വരുന്നവർ ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വന്ന് താമസിച്ച് പള്ളിയിലേക്ക് പോകാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ള ഹോട്ടലുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. അങ്ങനെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നതാണ് നവാബി പള്ളി എന്ന് പറയുന്നത്. നവാബി പള്ളി എല്ലാവർക്കും അറിയായിരിക്കും. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഖബർസ്ഥാനം ഇവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നോൺ മുസ്ലിംസിന് പ്രവേശനമില്ല. മുസ്ലിംസിന് കയറാം. ID പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഉള്ളിലേക്ക് കയറാം. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ അവിടെ സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരാൻ പറ്റി. പിന്നെ അതുപോലെ നമ്മൾ പോയി നോക്കുന്നില്ല, അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് തന്നെ ഇത് ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് കൂടെ വന്നവരുമുണ്ട്, അല്ലാതെ അവിടെ വേറെ സ്ഥലത്തു നിന്ന് വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഉള്ളിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, ID കാർഡൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോൺ മുസ്ലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. ആ ഒരു ഡോറ് കാണുന്ന പോലത്തെ അവിടെ വരെ നമുക്ക് പോകാം, ഉള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ കുറേ ആൾക്കാർ ഇതിൻ്റെ പുറത്ത് വന്ന് നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല.
ശേഷം നമ്മൾ പോയത് ഉഹുദ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഉഹുദ് ബാറ്റിൽ ഫീൽഡ് നടന്ന സ്ഥലമാണിത്. അതായത് മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ തന്നെ ഖുറൈശി ഗോത്രത്തിലെ ബഹുദൈവ ആരാധകരുണ്ടാവുമല്ലോ, അവർ തമ്മിലുള്ള രണ്ടാം യുദ്ധം നടന്ന സ്ഥലമാണിത്. അതാണ് ഉഹുദ് ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വിശ്വാസികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കല്ലും മണ്ണും ഒക്കെ കൊണ്ടുപോകും. അതൊരു പുണ്യമായിട്ടാണ് അവർ കരുതുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇവിടുന്ന് കല്ലും മണ്ണും ഒന്നും എടുത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെയും ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ വരുന്ന പോലെ വന്ന ആൾക്കാരുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അല്ലാതെ പിന്നെ ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്ന ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ട്. ഈ കാണുന്ന സ്ഥലമാണ് ഉഹുദ് യുദ്ധത്തിൽ മരിച്ച സൈനികരെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം. ഇതിൻ്റെ ഉള്ളിലാണ് സൈനികരെ അടക്കം ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ ഗ്രിൽസൊക്കെ വെച്ച് ഇതാക്കിയിട്ടുള്ള ഉള്ളിലൊന്നും കടക്കാനൊന്നും പറ്റില്ല. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഖുബാ പള്ളിയിലേക്കാണ്. ഖുബാ പള്ളി എന്ന് പറയുന്നത് ഇതാണ് ഖുബാ പള്ളി. അപ്പോൾ ഖുബാ പള്ളി എന്ന് പറയുന്നത് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് പലായനം ചെയ്തതിന് ശേഷം നിർമ്മിച്ച ആദ്യത്തെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിത്തറയിൽ ആദ്യ കല്ലുകളിട്ടതും നബിയ എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഒരു ഉംറ ചെയ്യുന്നതിന് തുല്യം എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. മദീനയിലെ എല്ലാ ഗവൺമെൻറ് വർക്കുകളും നടക്കുന്ന ഓഫീസാണ് ഈ കാണുന്നത്. ഇവിടെ വെച്ചിട്ടാണ് എല്ലാ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് മദീനയിലെ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫുഡ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ഫാം ഹൗസിലാണ്. അപ്പോൾ ഈ ഫാം ഹൗസിൽ കുറേ ഫുഡ് കഴിക്കാനും പിന്നെ ഇങ്ങനെ വന്നിരുന്ന് കുറേ വീക്കെൻഡിലൊക്കെ പോയിരുന്നിട്ട് നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലിരുന്ന് കഴിക്കാം. അതുപോലെ ഈ ഹട്ടിനുള്ളിൽ തന്നെ മുതിർന്നവർക്ക് വലിക്കാനായിട്ടുള്ള ശീശയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ലൈവായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് ലൈവായിട്ട് അവർ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുതരുകയും ചെയ്യും. പിന്നെ അതിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, ചെറിയ ചെറിയ കോഫി ഷോപ്പ് അതുപോലെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഈ ഒരു ഫാം ഹൗസിനുള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് അവിടുത്തെ മദീനയുടെ ട്രഡീഷണൽ ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു 6-6:30 വരെ നമ്മളവിടെ തന്നെ സമയം സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്ത അതേ ബസ് തന്നെ, ഡബിൾ ഡെക്കർ ബസ് ഉണ്ടല്ലോ, ആ ബസ് തന്നെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി തരുവാണ് ചെയ്തത്. സ്പീഡ് ട്രെയിന് തന്നെയാണ് നമ്മൾ തിരിച്ചും വന്നത്. അപ്പോൾ ഇന്നത്തെ മദീന ട്രിപ്പ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.